പണ്ടത്തെ ആചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ വീക്ഷണങ്ങളിലേക്ക്, ഈ പറഞ്ഞ പോലെ ഒരുപാട് വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളിലേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തലങ്ങളിലേക്ക് അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതൊരിക്കലും പുതിയ സിനിമയുടെ പുതിയ സിനിമ അത് മോശമായ രീതിയിലാണ് ചിത്രീകരിക്കണമെന്നാണ് പറയാൻ കഴിയുക. അത് കൃത്യമായിട്ട് ടെക്നോളജിയുടെയും സഹായത്തോടുകൂടി അതിനെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇപ്പോഴത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളിൽ അഭിനയമാണോ ഇല്ലാന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അതായത് റീസെന്റ് റിലീസ് ചെയ്തിരുന്ന കാന്താര പോലുള്ള പടങ്ങൾ കണ്ടന്റ് കൊണ്ട് വളരെ മുന്നിലാണ് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സിനിമകൾ കണ്ടന്റ് എല്ലാ വിധത്തിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പഴയ സിനിമകൾ എന്ന പോലെ തന്നെ പുതിയ സിനിമയും കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു, ശരിയല്ല? പഴയ സിനിമകൾ കൂടുതൽ കണ്ടന്റ് കാന്താര പോലുള്ള സിനിമകൾ വെക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. ഈ നമ്മളുടെ ഡിസ്കഷൻ്റെ ടോപ്പിക് സിനിമ, മോഡേൺ സിനിമ, ആ സിനിമ എന്നുള്ള ആർട്ട് ഫോമിനെ ഡിസ്ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംഭവത്തിലാണ്. അപ്പം നമ്മൾ ഈ സിനിമ എന്ന് നോക്കുമ്പോൾ വെറുതെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റ് കാണാണ്ട് ഇതിൻ്റെ അകത്ത് കുറേ സംഭവം, ഡയറക്ഷൻ, മ്യൂസിക്, സാധനങ്ങളൊക്കെ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ലൈക്ക് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഡയറക്ടർ ഞാൻ ചിലപ്പോൾ പറയുന്നത് ക്രിസ്റ്റഫർ നോളൻ ആയിരിക്കും, അല്ലേ? നിങ്ങൾ ഇതിനൊരു സംഭവം. അപ്പൊ എന്തുകൊണ്ടാണ് ക്രിസ്റ്റഫർ നോളന്റെ ഡിറക്ഷനിൽ ഇയാൾ പണ്ടത്തെ മെത്തേഡ്സ്, ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്?